പുറപ്പാട് അധ്യായം 9. യഹോവ പിന്നെയും മോശെയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ, യഹോവയുടെ കൈ കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിന്മേൽ വരും. അതികഠിനമായ വ്യാധി ഉണ്ടാകും. യഹോവ ഇസ്രായേല്യരുടെ മൃഗങ്ങൾക്കും മിസ്രയീമ്യരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും. ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകയില്ല. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു. മിസ്രയീമ്യരുടെ മൃഗങ്ങൾ എല്ലാം ചത്തു. ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല. ഫറവോൻ ആളയച്ചു, ഇസ്രായേല്യരുടെ മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു. എങ്കിലും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല. പിന്നെ യഹോവ മോശെയോടും അഹരോനോടും, അടുപ്പിലെ വെണ്ണീർ കൈ നിറച്ച് വാരുവീൻ. മോശ അത് ഫറവോന്റെ മുൻപാകെ ആകാശത്തേക്ക് വിതറട്ടെ. അത് മിസ്രയീം ദേശത്ത് എല്ലായിടവും ധൂളിയായി പാറി മിസ്രയീം ദേശത്തൊക്കെയും മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോന്റെ മുൻപാകെ നിന്നു. മോശെ അത് ആകാശത്തേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി തീർന്നു. പരുനിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുൻപാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. പരു മന്ത്രവാദികൾക്കും എല്ലാ മിസ്രയീമ്യർക്കും ഉണ്ടായിരുന്നു. എന്നാൽ യഹോവ മോശയോട് അരുളി ചെയ്തിരുന്നതുപോലെ അവൻ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുൻപാകെ നിന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയയ്ക്ക. സർവഭൂമിയിലും എന്നെപ്പോലെ മറ്റൊരുത്തനുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ബാധകളൊക്കെയും നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും അയക്കും. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈ നീട്ടി നിന്നെയും നിന്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്നും ഛേദിച്ച് കളയുമായിരുന്നു. എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. എൻ്റെ ജനത്തെ അയക്കാതിരിപ്പാൻ തക്കവണ്ണം നീ ഇനിയും അവരെ തടഞ്ഞു നിർത്തുന്നു. മിസ്രയീം സ്ഥാപിതമായ നാൾ മുതൽ ഇന്നുവരെ അതിലുണ്ടായിട്ടില്ലാത്ത അതികഠിനമായ കൽമഴ ഞാൻ നാളെ ഈ നേരത്ത് പെയ്യ്ക്കും. അതുകൊണ്ട് ഇപ്പോൾ ആളയച്ച് നിന്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ള സകലത്തെയും അകത്ത് വരുത്തിക്കൊള്ളുക. വീട്ടിൽ വരുത്താതെ വയലിൽ കാണുന്ന സകല മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും മേൽ കൽമഴ പെയ്യുകയും എല്ലാം ചാകുകയും ചെയ്യും. ഫറവോന്റെ ഭൃത്യന്മാരിൽ യഹോവയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു. എന്നാൽ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതിരുന്നവർ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടേച്ചു. പിന്നെ യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേലും മിസ്രയീം ദേശത്തുള്ള സകല സസ്യത്തിന്മേലും കൽമഴ വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശെ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി. അപ്പോൾ യഹോവ ഇടിയും കൽമഴയും അയച്ചു. തീ ഭൂമിയിലേക്ക് പാഞ്ഞിറങ്ങി. യഹോവ മിസ്രയീം ദേശത്തിന്മേൽ കൽമഴ പെയ്യിച്ചു. ഇങ്ങനെ കൽമഴയും കൽമഴയോടുകൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു. മിസ്രയീം ദേശത്ത് ജനവാസം തുടങ്ങിയതു മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല. മിസ്രയീം ദേശത്ത് എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിലിരുന്ന സകലത്തെയും കൽമഴ സംഹരിച്ചു. കൽമഴ വയലിലുള്ള സകല സസ്യത്തെയും നശിപ്പിച്ചു. പറമ്പിലെ വൃക്ഷത്തെയൊക്കെയും തകർത്ത് കളഞ്ഞു. ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശെൻ ദേശത്തു മാത്രം
കൽമഴ ഉണ്ടായില്ല. അപ്പോൾ ഫറവോൻ ആളയച്ചു മോശയെയും അഹരോനെയും വിളിപ്പിച്ചു അവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. യഹോവ നീതിയുള്ളവൻ, ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ. യഹോവയോട് പ്രാർത്ഥിപ്പീൻ, ഈ ഭയങ്കരമായ ഇടിയും കൽമഴയും മതി. ഞാൻ നിങ്ങളെ വിട്ടയക്കാം, ഇനി താമസിപ്പിക്കയില്ല എന്ന് പറഞ്ഞു. മോശെ അവനോട്, ഞാൻ പട്ടണത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ യഹോവയെങ്കിലേക്ക് കൈമലർത്തും. ഭൂമി യഹോവയ്ക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നുപോകും, കൽമഴയും പിന്നെ ഉണ്ടാകയില്ല. എന്നാൽ നീയും നിന്റെ ഭൃത്യന്മാരും യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ചണവും യവവും നശിച്ചുപോയി. യവം കതിരായും ചണം പൂത്തും ഇരുന്നു. എന്നാൽ കോതമ്പും ചോളവും വളർന്നിട്ടില്ലാഞ്ഞതുകൊണ്ട് നശിച്ചില്ല. മോശെ ഫറവോനെ വിട്ട് പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് യഹോവയെങ്കിലേക്ക് കൈമലർത്തിയപ്പോൾ ഇടിമുഴക്കവും കൽമഴയും നിന്നു, മഴ ഭൂമിയിൽ ചൊരിഞ്ഞതുമില്ല. എന്നാൽ മഴയും കൽമഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്തു. അവനും ഭൃത്യന്മാരും ഹൃദയം കഠിനമാക്കി. യഹോവ മോശെ മുഖാന്തരം അരുളി ചെയ്തിരുന്നതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല. പുറപ്പാട് അധ്യായം 10. യഹോവ പിന്നെയും മോശയോട്, നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുക. ഞാൻ അവൻ്റെ മുൻപിൽ എൻ്റെ അടയാളങ്ങളെ ചെയ്യേണ്ടതിനും ഞാൻ മിസ്രയീമിൽ പ്രവർത്തിച്ച കാര്യങ്ങളും അവരുടെ മധ്യേ ചെയ്ത അടയാളങ്ങളും നീ നിന്റെ പുത്രന്മാരോടും പൗത്രന്മാരോടും വിവരിക്കേണ്ടതിനും ഞാൻ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ അവൻ്റെയും ഭൃത്യന്മാരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞതെന്തെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും? എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക. എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ നാളെ നിന്റെ രാജ്യത്ത് വെട്ടിക്കിളിയെ വരുത്തും. നിലം കാൺമാൻ വഹിയാതെ വണ്ണം അവ ഭൂതലത്തെ മൂടുകയും കൽമഴയിൽ നശിക്കാതെ ശേഷിച്ചിരിക്കുന്നതും പറമ്പിൽ തളിർത്തു വളരുന്ന സകല വൃക്ഷവും തിന്നു കളയുകയും ചെയ്യും. നിന്റെ ഗ്രഹങ്ങളും നിന്റെ സകല ഭൃത്യന്മാരുടെയും സകല മിസ്രയീമ്യരുടെയും വീടുകളും അതുകൊണ്ട് നിറയും. നിന്റെ പിതാക്കന്മാരെങ്കിലും പിതൃപിതാക്കന്മാരെങ്കിലും ഭൂമിയിൽ ഇരുന്ന കാലം മുതൽ ഇന്ന് വരെയും അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല. പിന്നെ അവൻ തിരിഞ്ഞു ഫറവോന്റെ അടുക്കൽ നിന്ന് പോയി. അപ്പോൾ ഭൃത്യന്മാർ ഫറവോനോട്, എത്രത്തോളം ഇവൻ നമുക്ക് കെണിയായിരിക്കും? ആ മനുഷ്യരെ തങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കണം. മിസ്രയീം നശിച്ചു പോകുന്നു എന്ന് ഇപ്പോഴും നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോൻ മോശയെയും അഹരോനെയും വീണ്ടും വരുത്തി അവരോട്, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിപ്പീൻ. എന്നാൽ പോകേണ്ടുന്നവർ ആരെല്ലാം എന്ന് ചോദിച്ചതിന് മോശെ, ഞങ്ങൾക്ക് യഹോവയുടെ ഉത്സവമുണ്ടാകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും. ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നോക്കുവീൻ, ദോഷമാകുന്നു നിങ്ങളുടെ അന്തരം. അങ്ങനെയല്ല, നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചു കൊള്ളുവീൻ. ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് എന്ന് പറഞ്ഞു അവരെ ഫറവോന്റെ സന്നിധിയിൽ നിന്നും ആട്ടിക്കളഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, നിലത്തിലെ സകല സസ്യാദികളും കൽമഴയിൽ ശേഷിച്ചതൊക്കെയും തിന്നു കളയേണ്ടതിന് വെട്ടുക്കിളി മിസ്രയീം ദേശത്ത് വരുവാൻ നിന്റെ കൈ ദേശത്തിന്മേൽ നീട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ മോശെ തൻ്റെ വടി മിസ്രയീം ദേശത്തിന്മേൽ നീട്ടി. യഹോവ അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശത്തിന്മേൽ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു. വെട്ടുക്കിളി മിസ്രയീം ദേശത്തൊക്കെയും വന്നു.
മിസ്രയീമിൻ്റെ അതിർക്കകത്ത് ഒക്കെയും അനവധിയായി വീണു. അതുപോലെ വെട്ടുക്കിളി ഉണ്ടായിട്ടില്ല, ഇനി അതുപോലെ ഉണ്ടാകുകയുമില്ല. അത് ഭൂതലത്തെ ഒക്കെയും മൂടി, ദേശം അതിനാൽ ഇരുണ്ടുപോയി. കൽമഴയിൽ ശേഷിച്ചതായി നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളുടെ സകല ഫലവും അത് തിന്നുകളഞ്ഞു. മിസ്രയീം ദേശത്ത് എങ്ങും വൃക്ഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയായതൊന്നും ശേഷിച്ചില്ല. ഫറവോൻ മോശയെയും അഹരോനെയും വേഗത്തിൽ വിളിപ്പിച്ചു, നിങ്ങളുടെ ദൈവമായ യഹോവയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എൻ്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മരണം എന്നെ വിട്ട് നീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. അവൻ ഫറവോൻ്റെ അടുക്കൽ നിന്നും പുറപ്പെട്ടു യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ മഹാശക്തിയുള്ള ഒരു പടിഞ്ഞാറൻ കാറ്റ് അടുപ്പിച്ചു. അത് വെട്ടുക്കിളിയെ എടുത്ത് ചെങ്കടലിൽ ഇട്ട് കളഞ്ഞു. മിസ്രയീം രാജ്യത്തെങ്ങും ഒരു വെട്ടുക്കിളി പോലും ശേഷിച്ചില്ല. എന്നാൽ യഹോവ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി, അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല. അപ്പോൾ യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുളുണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശെ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി. മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല, ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പീൻ. നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങു നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. അതിന് മോശ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരേണം. ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോടുകൂടെ പോരേണം. ഒരു കുളമ്പ് പോലും പിൻപിൽ ശേഷിച്ചുകൂടാ. ഞങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നല്ലോ ഞങ്ങൾ എടുക്കേണ്ടത്. ഏതിനെ അർപ്പിച്ച് യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുവോളം ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ യഹോവ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി, അവരെ വിട്ടയപ്പാൻ അവന് മനസ്സായില്ല. ഫറവോൻ അവനോട്, എൻ്റെ അടുക്കൽ നിന്ന് പോക, ഇനി എൻ്റെ മുഖം കാണാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. എൻ്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞതിന് മോശെ, നീ പറഞ്ഞതുപോലെ ആകട്ടെ, ഞാൻ ഇനി നിന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു.